ഏഷ്യ പസഫിക് മേഖല വീണ്ടും വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ സഹോദരിയും രാജ്യത്തെ പ്രധാന നേതാവുമായ കിം യോ ജോങ് ജപ്പാന്റെ പുതിയ സൈനിക നീക്കങ്ങൾക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായി രംഗത്ത്. ജപ്പാൻ ഒരു സൈനിക ശക്തിയായി മാറുന്നതിന് എതിരെയാണ് കിം യോ ജോങ്ങിന്റെ പുതിയ പ്രസ്താവന. ജപ്പാൻ ഇപ്പോൾ ഒരു പ്രതിരോധ രാജ്യം മാത്രമല്ല, ശത്രു രാജ്യങ്ങളെ മുൻകൂട്ടി ആക്രമിക്കാനും മറ്റ് രാജ്യങ്ങളിൽ പോയി സൈനിക നടപടി നടത്താനും കഴിയുന്ന ഒരു യുദ്ധരാഷ്ട്രമായി ജപ്പാൻ മാറുകയാണ് എന്നാണ് കിം യോ ജോങ്ങിന്റെ പ്രസ്താവന. ജപ്പാന്റെ സൈനിക വളർച്ചയ്ക്ക് പിന്നിൽ അമേരിക്കയാണ് എന്നും കിം യോ ജോങ് കുറ്റപ്പെടുത്തി. ജപ്പാൻ നാവികസേന അടുത്തിടെ അമേരിക്കയിൽ നിന്ന് വാങ്ങിയ ടൊമാഹോക്ക് എന്ന ക്രൂയിസ് മിസൈൽ പസഫിക് സമുദ്രത്തിൽ വെച്ച് ആദ്യമായി പരീക്ഷണം നടത്തി. ചോക്കൈ എന്ന യുദ്ധക്കപ്പലിൽ നിന്നാണ് ഈ മിസൈൽ വിക്ഷേപിച്ചത്. ടൊമാഹോക്ക് മിസൈലുകൾ ജപ്പാന് നൽകിയതും മിസൈലുകൾ വിക്ഷേപിക്കാൻ പറ്റുന്ന രീതിയിൽ യുദ്ധക്കപ്പലുകൾ മാറ്റി നിർമ്മിച്ചതും പരീക്ഷണത്തിന് എല്ലാ സഹായവും ചെയ്തത് അമേരിക്കയാണ്. തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയിൽ ജപ്പാൻ ഉണ്ടാക്കുന്ന ഈ ഭീഷണിയെ നേരിടാൻ ഉത്തര കൊറിയ പുതിയ സൈനിക മാർഗങ്ങൾ സ്വീകരിക്കുകയാണ്. ജപ്പാന്റെ സൈനിക ശക്തി വർധനയും അമേരിക്കയുടെ നേരിട്ടുള്ള പിന്തുണയും ഏഷ്യ പസഫിക് മേഖലയിൽ പുതിയ പിരിമുറുക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ജപ്പാനും അമേരിക്കയും ഒന്നിക്കുന്നത് ഉത്തര കൊറിയയ്ക്ക് വലിയ ഭീഷണിയാണ്. ഇത് മേഖലയിലെ സമാധാനം തകർക്കും. സംഘർഷം ഒഴിവാക്കണമെങ്കിൽ നയതന്ത്ര ശ്രമങ്ങൾ നടക്കണം, അല്ലെങ്കിൽ സ്ഥിതി കൈവിട്ടുപോകും.